അനുമതിയില്ലാതെ ഹൈക്കോടതിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ച എറണാകുളം പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥിനിയുടെ അമ്മ അറസ്റ്റിൽ. മകളെ കൊലപ്പെടുത്തിയ പ്രതി അമീറുൽ ഇസ്ലാമിനെ തൂക്കിക്കൊല്ലണമെന്നും നീതി നടപ്പാക്കണമെന്നും ജഡ്ജിമാരെ നേരിൽ കണ്ടു പറയണമെന്നായിരുന്നു ആവശ്യം. പ്രതിയുടെ വധശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എസ് ശരൺ നമുക്കൊപ്പം. എസ് ശരൺ, കൊല്ലപ്പെട്ട നിയമവിദ്യാർത്ഥിയുടെ അമ്മയെ അറസ്റ്റ് ചെയ്തോ? ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജി, അവരെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഉച്ചയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമുക്കറിയാം, വലിയ കോളക്കമുണ്ടാക്കിയ കേസാണ് പെരുമ്പാവൂരിലെ നിയമ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം. അതിൽ ജില്ലാ സെഷൻസ് കോടതി പ്രതിയായ അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിച്ചിരുന്നു. പിന്നീട് ഹൈക്കോടതി ശരിവെക്കുകയും എന്നാൽ സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്നലെ ഉച്ചയോട് കൂടി നിയമ വിദ്യാർത്ഥിനിയുടെ അമ്മ ഹൈക്കോടതിയിലേക്ക് എത്തിയത്. പ്രവേശന കവാടത്തിലേക്കാണ് എത്തിയത്. അപ്പോൾ സുരക്ഷാ ജീവനക്കാർ തടഞ്ഞിരുന്നു. അതായത് സാധാരണഗതിയിൽ ഈ ഹൈക്കോടതിയിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയൽ രേഖ നൽകി ടോക്കൺ എടുക്കേണ്ടതുണ്ട്. എന്നാൽ അത്തരത്തിൽ ടോക്കണൊന്നും ഇല്ലാതെയാണ് അവർ എത്തിയത്. അവർ പറഞ്ഞത് ഈ പ്രതിയായ അമീറുൽ ഇസ്ലാമിനെ വധശിക്ഷ നൽകണം, അത് ഉറപ്പാക്കണം, ഒപ്പം തന്നെ നീതി നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ജഡ്ജിമാരെ നേരിൽ കണ്ട് ആവശ്യപ്പെടണമെന്നുള്ളതാണ്. സുരക്ഷാ ജീവനക്കാർ തടയുകയായിരുന്നു. ഇതോടുകൂടി അവർ ബഹളം വയ്ക്കുന്നു, പിൻവാങ്ങാൻ തയ്യാറാകുന്നില്ല. ഒപ്പം സെൻട്രൽ പോലീസ് സംഘം അവിടേക്ക് എത്തുന്നു. അതിനുശേഷം സെൻട്രൽ പോലീസ് സംഘവും അവരോട് പറയുന്നു, അതായത് നിങ്ങൾക്ക് അങ്ങനെ കയറാൻ കഴിയില്ല, അഭിഭാഷകർ മുഖേനയൊക്കെ ജഡ്ജിമാരെ കാണാൻ കഴിയുള്ളൂ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നു. പക്ഷേ എന്നിട്ടും പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരുതൽ തടങ്കൽ നിയമപ്രകാരം വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നത്. ഇവിടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ വിട്ടയച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്.